നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചു. നിലമ്പൂരെ രാഷ്ട്രീയ ചിത്രം വ്യക്തമായി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കും. CPM സ്ഥാനാർത്ഥിയായി സഖാവ് M സ്വരാജും മത്സരിക്കും. പ്രധാന മത്സരം LDFും UDFും തമ്മിലാണ് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്ന് പറഞ്ഞ് നമ്മളാരും ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തി, അദ്ദേഹം കേരള കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് പറയുന്നു. പാർട്ടി ടിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് പുള്ളി BJPയിൽ ചേർന്നത്. അദ്ദേഹം താമര അടയാളത്തിൽ മത്സരിക്കുന്നു. ഈ നിലമ്പൂരിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിൽ കുടിയേറ്റക്കാരായ കുറച്ചധികം ആളുകളുണ്ട്. അവരുടെ വോട്ട് ലക്ഷ്യം വെച്ചിട്ടാണ് ഇദ്ദേഹത്തെ നിർത്തിയിട്ടുള്ളത് എന്നാണ് ശത്രുക്കൾ പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ പേരും നമ്മൾ ഇലക്ട്രോണിക് യന്ത്രത്തിൽ കാണും. പിന്നെ SDPIയുടെ സ്ഥാനാർത്ഥിയുണ്ട്. അദ്ദേഹമാണ് ആദ്യം തന്നെ രംഗത്ത് വന്ന് ആദ്യം മുതലേ പുള്ളി പ്രചരണം നടത്തുന്നുണ്ട്. ഇത്ര സ്ഥാനാർത്ഥികളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ആരെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് ജനാബ് PV അൻവർ. അൻവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും ഇതേ നിലമ്പൂർ മത്സരത്തിൽ അംഗം വെട്ടി ജയിച്ച് MLA ആയ ആളാണ്. അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടായത്. 2011 തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം ഏറനാട് മണ്ഡലത്തിൽ മത്സരിച്ച ആളാണ്. പിന്നീട് ഒരു തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വയനാട്ടിൽ നിന്ന് പാർലമെൻറ്റിലേക്കും അടുത്ത തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും പാർലമെൻറ്റിലേക്കും മത്സരിച്ച ആളാണ്. അങ്ങനെ നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് കഴിവും പ്രാപ്തിയും തെളിയിച്ച ആളാണ്. അദ്ദേഹത്തോളം ഈ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് പരിചയവും പാരമ്പര്യമുള്ള വേറൊരു സ്ഥാനാർത്ഥിയും ഇന്ന് നിലമ്പൂരിലില്ല. ഇദ്ദേഹത്തിന് ആം ആദ്മി പാർട്ടിയുമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടായെങ്കിലും അതിന് മണിക്കൂറുകളുടെ ആയുസ്സം ഉണ്ടായിരുന്നു. ആപ്പുകാർ അധികം വൈകാതെ ആപ്പ് ഉരികൊണ്ട് തടി സലാമത്താക്കി. അപ്പോൾ ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. പുള്ളിക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ ചിഹ്നം കിട്ടിയിട്ടില്ല. തൃണമൂൽ കോൺഗ്രസിൻ്റെ ചിഹ്നം പുല്ലും പൂക്കളുമാണ്. പക്ഷേ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം നൽകിയിട്ടില്ല എന്ന കാരണത്താൽ പുള്ളിക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നം കിട്ടിയില്ല. അതിൻ്റെ പുറകിൽ എന്തോ ഗൂഢാലോചന ഉണ്ടെന്നാണ് അൻവർ സാഹിബ് പറയുന്നത്. ഏതായാലും പുള്ളി സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അദ്ദേഹം ചോദിച്ച ചിഹ്നം ഓട്ടോറിക്ഷ ആയിരുന്നു, അത് കിട്ടിയില്ല. വേണമെങ്കിൽ കപ്പും സോസറും എടുത്തോളാൻ പറഞ്ഞു. പുള്ളിക്ക് അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട്, പുള്ളിക്ക് വെട്ട് ഗ്ലാസ്സിലാണ് താല്പര്യം എന്നുള്ളതുകൊണ്ട് കപ്പും സോസറും വേണ്ട, കത്രിക മതി എന്ന് പറഞ്ഞു. കത്രിക മനോഹരമായ ചിഹ്നമാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിട്ട് യോജിച്ചു പോകും. ഒരു സമയത്ത് ഇടതുപക്ഷത്തെയും അപ്പം തന്നെ വലതുപക്ഷത്തെയും വെട്ടാനായിട്ട് ഈ കത്രിക കൊണ്ട് സാധിക്കും. അങ്ങനെ കത്രിക അടയാളത്തിൽ നാടിൻ്റെ കണ്ണിലുണ്ണിയായ ജനാബ് PV അൻവർ വീണ്ടും ജനവിധി തേടുകയാണ്. ചിഹ്നം ഏതായാലും പുള്ളിക്ക് പ്രശ്നമില്ല. നിലമ്പൂരിൻ്റെ വികസനമാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. UDFുമായിട്ടുള്ള ബന്ധം പരിപൂർണമായി അവസാനിച്ചു എന്ന് പറയാൻ പുള്ളി തയ്യാറല്ല. LDFിലേക്ക് ഇനി തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. ഇനി ചെന്നാലും അവിടെ സ്വീകരിക്കുകയില്ല. കാരണഭൂതനും മരുമോനുള്ളിടത്തോളം കാലം ഇടതു മുന്നണിയിൽ അദ്ദേഹത്തിന് പ്രവേശനമില്ല. മറ്റ് ആളുകൾക്കൊക്കെ ഇദ്ദേഹത്തോട് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ കാരണഭൂതനും മരുമോനും വിചാരിക്കുന്നത് അവിടെ നടക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ആ മുന്നണിയുമായിട്ടുള്ള ബന്ധം പുള്ളി എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. UDFിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. 2 കണ്ടീഷനാണ് പുള്ളി പറയുന്നത്. ഒന്ന്, 2026 VD സതീശൻ UDFിനെ നയിക്കാൻ പാടില്ല. ആര് നയിക്കണം എന്ന കാര്യം അൻവർ തീരുമാനിക്കും. അൻവർ അങ്ങനെയാണ്. അൻവർ MLA സ്ഥാനം രാജിവെച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പകരം അവിടെ മത്സരിക്കേണ്ട UDF സ്ഥാനാർത്ഥിയുടെ പേര് പുള്ളി തന്നെ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് UDFിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അൻവർ തീരുമാനിക്കും. അത് ഒന്നുകിൽ കുഞ്ഞാലിക്കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ അബ്ദുറബ്ബായിരിക്കും. അതുമല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ PJ ജോസഫോ വേറെ ആരെങ്കിലും ആയിരിക്കും. ഏതായാലും അത് സതീശനാകാൻ പാടില്ല. ഇതോടുകൂടി സതീശൻ മിക്കവാറും രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഈ യോഗദണ്ഡും കമണ്ടലും ഒക്കെ എടുത്ത് ഹിമാലയത്തിൽ തപസ്സിന് പോകേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ പണ്ടൊക്കെ ആണെങ്കിൽ കോൺഗ്രസ്സിൽ അനഭിമതരായ അല്ലെങ്കിൽ വയസ്സായ നേതാക്കന്മാരെ ഗവർണറായിട്ട് പറഞ്ഞയക്കാൻ പറ്റുമോ കേന്ദ്രഭരണമുള്ള കാലത്ത്, അല്ലെങ്കിൽ വല്ല ഗോട്ടിമാലയിലോ വെനിസ്വേലയിലേക്ക് അംബാസഡർമാരായിട്ട് അയക്കാൻ പറ്റുമോ? ഇപ്പോൾ അതൊന്നും പറ്റിയില്ല. കാരണം കേന്ദ്രത്തിൽ ഭരണം BJPയുടെ കയ്യിലാണ്. അതുകൊണ്ട് VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇനി ആൻഡമാനിൽ ലഫ്റ്റനൻറ്റ് ഗവർണറായിട്ടോ അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിലോ നമ്മുടെ മധ്യപ്രദേശിലൊക്കെ അദ്ദേഹത്തെ അയക്കാൻ പറ്റുകയില്ല. കേന്ദ്രത്തിൽ ഭരണമില്ല. അതുകൊണ്ട് പുള്ളിയെ ഒന്നുകിൽ കഴുതപ്പുറത്ത് കയറ്റി നാട് കടത്താം, അല്ലെങ്കിൽ യോഗദണ്ഡും കമണ്ടലുമായിട്ട് ഹിമാലയത്തിൽ തപസ്സിന് പോകാം. രണ്ടായാലും അൻവർ ഉള്ളിടത്തോളം കാലം സതീശൻ UDFിൽ രക്ഷയില്ല. രണ്ടാമത്തെ വരമാണ് ഏറ്റവും ഗംഭീരം. പുള്ളി ചോദിക്കുന്ന രണ്ടാമത്തെ ഡിമാൻഡ്,
രണ്ടാമത്തെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ഈ വരാൻ പോകുന്ന മന്ത്രിസഭയിൽ UDF ഭൂരിപക്ഷം കിട്ടി, രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ അബ്ദുൾ റബ്ബ് രൂപീകരിക്കാൻ പോകുന്ന മന്ത്രിസഭയിൽ അൻവറിന് 2 വകുപ്പ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഒന്ന് ആഭ്യന്തര വകുപ്പാണ്, മറ്റേത് വനം വകുപ്പാണ്. ഇത് രണ്ടും അൻവറിൻ്റെ പാർട്ടിക്ക് കിട്ടണം, അഥവാ തൃണമൂൽ കോൺഗ്രസ്സിന് കിട്ടണം. അപ്പോൾ ഈ 2 വകുപ്പ് കിട്ടണമെങ്കിൽ ഇവർക്ക് മത്സരിക്കാൻ എത്ര സീറ്റ് കൊടുക്കണം, എത്ര MLA ഉണ്ടാവണം എന്നൊക്കെ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഒരു 15 സീറ്റ് അൻവറിൻ്റെ പാർട്ടിക്ക് കൊടുക്കും. പഞ്ചായത്തിലേക്കല്ല കേട്ടോ, അസംബ്ലിയിലേക്കാണ്. 15 സീറ്റ് കൊടുക്കുന്നു, അതിലൊരു 12 പേര് ജയിക്കുന്നു. അൻവറിനെ നിയമസഭാ കക്ഷി നേതാവായിട്ട് തിരഞ്ഞെടുക്കുന്നു. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാവും. വനം മന്ത്രിയായിട്ട് നമ്മുടെ സജി മഞ്ഞക്കടമ്പൻ ഉണ്ടാകും. മഞ്ഞക്കടമ്പൻ പണ്ട് കാലത്ത് ചർച്ചയ്ക്കൊക്കെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ആളാണ്. മാണി സാറിൻ്റെ ഒരു സിൽബന്ധിയായിരുന്നു. മാണി ഗ്രൂപ്പ് പിളർന്നപ്പോൾ അദ്ദേഹം ജോസഫ് ഗ്രൂപ്പിൽ നിന്നു. അവിടെ നിന്നിട്ട് വലിയ ഗുണമില്ലാന്ന് തോന്നിയപ്പോൾ പുള്ളി ദേശീയ കേരള കോൺഗ്രസ് ഉണ്ടാക്കി, BJPയുടെ മുന്നണിയിൽ പോയി. അവിടെ ക്ലച്ച് പിടിക്കില്ല എന്ന് തോന്നിയപ്പോഴാണ് പുള്ളി തൃണമൂൽ കോൺഗ്രസ് ചേരാൻ തീരുമാനിച്ചത്. അങ്ങനെയുള്ള മഞ്ഞക്കടമ്പൻ അദ്ദേഹത്തിനൊരു മന്ത്രിയാവണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. പുള്ളിക്ക് വനം വകുപ്പാണ് അൻവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ അൻവർ ഒരു വകുപ്പ് കൂടി മേടിക്കുന്നത്, അത് നിയമ വകുപ്പാണ്. എനിക്കെന്തെങ്കിലും സൗജന്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല, എന്നെ അഡ്വക്കേറ്റ് ജനറൽ ആക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട അൻവറിനോട് ആവശ്യപ്പെടുന്നില്ല. ഈ നിയമവകുപ്പ് എന്തിനുണ്ടോ ചോദിച്ചാൽ, ചേർത്തല മണ്ഡലം അദ്ദേഹം ചോദിക്കുക, അല്ലെങ്കിൽ അരൂർ മണ്ഡലം അൻവറിൻ്റെ പാർട്ടിക്ക് കൊടുക്കുക. അവിടെ നമ്മുടെ പണി പോയ ഒരു സബ് ജഡ്ജി ഉണ്ട്, അൻവറിൻ്റെ സുഹൃത്താണ്. നമ്മുടെ സിന്ധു സൂര്യകുമാറിനെ ആക്ഷേപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ക്രിമിനൽ കേസിൽ പ്രതിയായി തീർന്ന ആ സഹോദരൻ അൻവറിൻ്റെ പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ പുള്ളിക്ക് ഈ ചേർത്തല സീറ്റ്, അതല്ലെങ്കിൽ അരൂർ സീറ്റ് വാങ്ങിച്ചു കൊടുക്കുകയും അദ്ദേഹം ജയിച്ചു വരുമ്പോൾ പുള്ളിയെ നിയമമന്ത്രിയാക്കുകയും ചെയ്യണമെങ്കിൽ വളരെ നന്നായിരിക്കും. ഏതായാലും ഈ സ്വപ്നരാജ്യത്തിൽ എന്തിനാണ് അർദ്ധരാജ്യം എന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ സ്വപ്നം കാണുമ്പോൾ അർദ്ധരാജ്യമല്ല, മുഴുവൻ രാജ്യവും വലിയ സാമ്രാജ്യം തന്നെ സ്വപ്നം കാണാം. എൻ്റെ അഭിപ്രായത്തിൽ അൻവർ ഇവിടെ ഒന്നും ഒതുങ്ങിക്കേണ്ട ആളല്ല. കേരളത്തിലൊരു ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ വനംവകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയോ ഒന്നും ആവേണ്ട ആളല്ല. അദ്ദേഹം ഇന്ത്യ രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട വലിയ പദവികളിലേക്ക് ഇരിക്കേണ്ടതാണ്. അൻവറിൻ്റെ പാർട്ടി BJP ആയിട്ട് സഹകരിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിന് തന്നെ വളരെ യശസ്കരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാൻ പാടില്ല, അമിത്ഷാ ആഭ്യന്തര വകുപ്പ് ഉപേക്ഷിക്കണം, അങ്ങനെയാണെങ്കിൽ സഹകരിക്കാൻ തയ്യാറാണ് എന്ന് മിക്കവാറും അൻവർ പറയും. അങ്ങനെയാണെങ്കിൽ അൻവറിന് വിദേശകാര്യ വകുപ്പും, കാരണം പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് ഐവറി കോസ്റ്റിൽ പോകാനുള്ളൂ. അപ്പോൾ ഇവിടെ സമയമില്ലാത്ത സമയത്ത് പുള്ളിക്ക് ഐവറി കോസ്റ്റിൽ പോകാം, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള മറ്റേതെങ്കിലും ബോട്സ്വാനയിലോ ഗയാനയിലോ അല്ലെങ്കിൽ കോങ്കോയിലോ ടാൻസാനിയയിലോ ടാങ്കനിക്കയിലോ എവിടെയെങ്കിലുമൊക്കെ പോകാം. വിദേശകാര്യ വകുപ്പിന് അങ്ങനൊരു ഗുണമുണ്ട്, സർക്കാർ ചിലവിൽ ഈ രാജ്യങ്ങളിലൊക്കെ പോയി കച്ചവടം നടത്തുകയും ചെയ്യാം. പിന്നെ രാജ്യരക്ഷാ മന്ത്രിയായിട്ട് മഞ്ഞക്കടമ്പനെയും പരിഗണിക്കാം. വളരെ നല്ലൊരു ഐഡിയയാണ്. നരേന്ദ്രമോദി അമിത്ഷായും മാറിയിരിക്കണം. പകരം ഈ മഞ്ഞക്കടമ്പനെയും നമ്മുടെ കൽബിൻ്റെ കൽബായ അൻവർ സാഹിബിന് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരും. ഈ പ്രപ്പോസൽ എങ്ങനെയുണ്ട്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. അൻവർ സാഹിബും ഇതിനോട് യോജിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും ആഗ്രഹങ്ങൾക്ക് യാതൊരു ടാക്സ് നമ്മുടെ രാജ്യത്ത് ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്ക് എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം, ഏത് സ്വപ്നം വേണമെങ്കിലും കാണാം. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന മത്സരം അൻവറും നോട്ടയും തമ്മിലാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ശരിയാണ്, ഇല്ലെങ്കിലും ശരിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.